പുറപ്പാടിൻ്റെ ഈ എപ്പിസോഡിലേക്ക് ഏവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നാം ചിന്തിക്കുന്നൊരു വിഷയം ഇതാണ്: ദൈവഹിതം അറിഞ്ഞുള്ള ഒരു ജീവിതം എങ്ങനെ നയിക്കാം, എങ്ങനെ ദൈവഹിതം എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് കുറേ കാര്യങ്ങൾ ചെയ്തു പോകാൻ വേണ്ടിയല്ല, മറിച്ച് ദൈവഹിതം എന്താണെന്ന് മനസ്സിലാക്കി അത് ചെയ്യാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. വിശുദ്ധ അൽഫോൻസ് ലിഗോരി പറയുകയുണ്ടായി, നന്മപ്രവർത്തികൾ ചെയ്യുക എന്നതല്ല പ്രധാനം, മറിച്ച് ദൈവഹിതം നിറവേറ്റുക എന്നതാണ് പരമപ്രധാനം. നമ്മൾ നന്മ എന്ന് വിചാരിക്കുന്ന പലതും നന്മയാകണമെന്നില്ല. പക്ഷെ എന്താണോ ദൈവഹിതം, അത് നിറവേറ്റാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ഉത്തരവാദിത്വങ്ങളിലൊക്കെ എങ്ങനെ നമുക്ക് ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയാനായിട്ട് പറ്റും? നമ്മുടെ മുമ്പിൽ പലപ്പോഴും പല ചോയ്സുകൾ വരാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പല തീരുമാനങ്ങൾ എടുക്കേണ്ട കാര്യങ്ങൾ, ചില വലിയ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ഉദാഹരണം, എൻ്റെ ജീവിതാന്തസ് എന്താണ്, അല്ലെങ്കിൽ ഒരു ജോലി ഞാൻ ചേഞ്ച് ചെയ്യാൻ പോകുന്നു, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു പ്രത്യേക ദൗത്യം ഞാൻ ഏറ്റെടുക്കാനായിട്ട് പോകുന്നു, എന്താണ് ദൈവഹിതം? അപ്പോൾ ഈ വലിയ കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ട്, ദൈവഹിതം എന്താണെന്നൊക്കെ മനസ്സിലാക്കാനൊക്കെ ചിലപ്പോഴെങ്കിലും ശ്രമിക്കാറുണ്ടായിരിക്കാം. പക്ഷേ നമ്മുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ സൗകര്യപൂർവ്വം അതിലുള്ള ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാറില്ല. ഈയിടെ വിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു വിശുദ്ധ കുർബാന മധ്യേ ഇതേക്കുറിച്ച് പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, എല്ലാ ദിവസവും നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കണം എന്താണ് ദൈവഹിതമെന്ന് മനസ്സിലാക്കാനായിട്ട്. മാർപ്പാപ്പ പറയുകയാണ്, 3 കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കണം. 1, ദൈവമേ നിൻ്റെ ഹിതം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി തരണമേ. 2, ദൈവമേ നിൻ്റെ ഹിതം നിറവേറ്റാനുള്ള ആഗ്രഹം എനിക്ക് തരണമേ. 3, ദൈവമേ നിൻ്റെ ഹിതം നിറവേറ്റാനായിട്ടുള്ള കൃപ എനിക്ക് നൽകണമേ. 3 കാര്യങ്ങൾ. 1, എന്താണ് ദൈവഹിതം, അതെനിക്ക് മനസ്സിലാക്കി തരണമേ. 2, ആ ദൈവഹിതം നിറവേറ്റാനായിട്ടുള്ളൊരു ആഗ്രഹം എന്നിൽ ജനിപ്പിക്കണമേ. 3, ആ ദൈവഹിതം അനുസരിക്കാനായിട്ടുള്ള കൃപ എനിക്ക് നൽകണമേ. കാര്യം കൃപ കൂടാതെ ഒരിക്കലും നമുക്ക് ഒരു നന്മയും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. പ്രിയമുള്ളവരെ, ദൈവഹിതം അറിഞ്ഞുള്ള ഒരു ജീവിതം നയിക്കണമെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ ഇതിനോട് പ്രാർത്ഥിക്കണം. എന്താണ് ദൈവത്തിൻ്റെ ഹിതമെന്ന് മനസ്സിലാക്കാനും ആ ദൈവഹിതം നിറവേറ്റാനുള്ള കൃപയ്ക്കും വേണ്ടി എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇനിയും യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പരിശുദ്ധ മാതാവ് പരിചാരകരോട് പറയുകയാണ്, കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച്, നിങ്ങൾ അവൻ പറയുന്നത് ചെയ്യുവേൻ, ഡു വാട്ട് ഹി ടെൽസ് യു. കാനായിലെ കല്യാണ വീഞ്ഞു തീർന്നു പോയി. അവിടെ മറിയം ഇടപെടുകയാണ്. എന്നിട്ട് മാതാവ് പരിചാരകരോട് പറയുകയാണ്, നിങ്ങൾ അവൻ പറയുന്നത് ചെയ്യുവൻ. ഈശോ പറഞ്ഞു, കൽഭരണിയിൽ വെള്ളം നിറയ്ക്കാനായിട്ട് ആവശ്യപ്പെട്ടു. ഈ പരിചാരകർക്ക് അറിയത്തില്ലായിരുന്നു എന്തിനു വേണ്ടിയാണ് ഈശോ ഇത് പറഞ്ഞത്. അവർ ചോദിക്കാൻ നിന്നില്ല, എന്തിനു വേണ്ടിയാണ് വെള്ളം നിറയ്ക്കുന്നതെന്ന് ചോദിക്കാൻ നിന്നില്ല. അവർ പറഞ്ഞത് അനുസരിച്ചപ്പോൾ അവിടെ അത്ഭുതം നടന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും അനുസരിക്കുമ്പോൾ, ദൈവഹിതത്തോട്, ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് വിധേയപ്പെടുമ്പോൾ, സ്വതന്ത്രമായ മനസ്സോടുകൂടി ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ഞാൻ കീഴ്പ്പെടുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹ പെരുമഴ ദൈവം ചൊരിയും. എൻ്റെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം, അത്ഭുതങ്ങൾ സംഭവിക്കും ഞാൻ അനുസരിക്കുമ്പോൾ. വിശുദ്ധിയിലേക്കുള്ളൊരു താക്കോലാണ്. നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധരാകാനാണ്. അപ്പോൾ വിശുദ്ധിയിലേക്കുള്ളൊരു താക്കോലാണ് അനുസരണം, ദൈവഹിതത്തിന് വിധേയപ്പെടുക എന്നത്. അപ്പോൾ ഒരു ക്രിസ്ത്യാനിയുടെ വിളി അനുസരിക്കാനായിട്ടുള്ള വിളിയാണ്. ഇപ്പം എന്താണ് അനുസരണം? ഈശോയുടെ വാക്ക് കേൾക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക. ദൈവവചനത്തോടുള്ള സ്വതന്ത്രമായ വിധേയത്വം, തിരുസഭ നൽകുന്ന പ്രബോധനങ്ങളോടുള്ള സ്വതന്ത്രമായ വിധേയത്വം, അതാണ് അനുസരണ.
ആ അനുസരണയിലൂടെയാണ് എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടുന്നത്. ഇപ്പം മാതാവ് ദൈവഹിതത്തിന് യേസ് പറഞ്ഞു, രക്ഷ ലോകത്തിലേക്ക് കടന്നു വന്നു. യൗസേ പിതാവ് ദൈവഹിതത്തോട് സഹകരിച്ചു. ഈശോ പിതാവിൻ്റെ ഇഷ്ടത്തോട് സഹകരിച്ചു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് പോലെ കുരിശുമരണം വരെ അവൻ അനുസരണമുള്ളവനായിരുന്നു. ഗെത്സമനിൽ ഈശോ പ്രാർത്ഥിക്കുന്നുണ്ട്, പിതാവേ, കഴിയുമെങ്കിൽ ഈ കാസ എന്നെ കടന്നു പോകട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. നമ്മുടെ പ്രാർത്ഥനയും ഇതാകണം, ദൈവമേ, നിൻ്റെ ഇഷ്ടമല്ലാതെ ഒന്നും എൻ്റെ ജീവിതത്തിലോ എൻ്റെ കുടുംബത്തിലോ സംഭവിക്കുവാൻ നീ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഈശോ പറയുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിക്കും. അപ്പം നമുക്ക് ഈശോയോടുള്ള സ്നേഹമുണ്ട് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈശോ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാനായിട്ട് നമുക്ക് പറ്റണം. അത് ദൈവത്തോടുള്ള നമ്മുടെ അനുസരണം നമുക്ക് ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ അളവുകോലാണ്. ഞാൻ എന്തുമാത്രം ദൈവത്തോട് അനുസരിക്കുന്നുവോ അത്രത്തോളം എനിക്ക് ദൈവത്തോട് സ്നേഹമുണ്ട് എന്നാണ് അത് മനസ്സിലാക്കി തരുന്നത്. അതുപോലെ അനുസരണം നമ്മുടെ വിശ്വാസത്തെ ബലപ്പെടുത്തും. ഇപ്പം ഏബ്രഹാം തൻ്റെ പുത്രനെ ബലി കഴിക്കാനായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ അനുസരിക്കുകയാണ്, വേറെ ഒന്നും ചിന്തിച്ചില്ല, അത് അനുസരിക്കാനായിട്ട് തയ്യാറാവുകയാണ്. അദ്ദേഹം വിശ്വാസികളുടെ പിതാവായിട്ട് മാറി. അനുസരണമില്ലായ്മ നമ്മെ പാപത്തിലേക്കും മരണത്തിലേക്കും നയിക്കും. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നുണ്ട്, നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെക്കാളും ശ്രേഷ്ഠരാക്കും, ഉന്നതരാക്കും. വീണ്ടും സങ്കീർത്തനം 1-2 വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, കർത്താവിൻ്റെ നിയമം അനുസരിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നവർ, പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ തേടുന്നവർ ഭാഗ്യവാന്മാർ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മളെ ആഹ്വാനം ചെയ്യുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് കീഴ്വഴങ്ങി ജീവിക്കാൻ വേണ്ടിയാണ്, അനുസരിക്കാൻ വേണ്ടിയാണ്. ഇനിയും എങ്ങനെ എനിക്ക് ദൈവഹിതം തിരിച്ചറിയാനായിട്ട് പലരുടെ ഒരു ചോദ്യമാണ്. ദൈവഹിതം പ്രവർത്തിക്കണം, പക്ഷെ എങ്ങനെ ഒരു കാര്യം ദൈവഹിതമാണോ അല്ലയോ എന്നെനിക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും? അല്ല, ഒന്നാമത്തെ ഒരു കാര്യം, അത് നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുമ്പം നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? ഞാൻ ചെയ്യാൻ പോകുന്ന ഈ കാര്യം, ഞാൻ ചെയ്യാൻ പോകുന്ന ഈ പ്രവൃത്തി എന്നെ സ്വർഗത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുമോ അതോ അകറ്റുമോ? അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം അതെന്നെ സ്വർഗത്തിൽ നിന്നും അകറ്റുന്നതാണെങ്കിൽ, ദൈവത്തിൽ നിന്നും അകറ്റുന്നതാണെങ്കിൽ അത് ദൈവഹിതമല്ല. അപ്പം നമ്മൾ ഏതൊരു കാര്യം ചെയ്യാൻ ഇത് ആത്മപരിശോധന ചെയ്യണം. ഞാൻ ഈ ചെയ്യാൻ പോകുന്ന കാര്യം എന്നെ സ്വർഗത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതാണോ? കാര്യം നമ്മളെല്ലാവരും ലക്ഷ്യം വെക്കുന്നത് നിത്യജീവനാണ്. ദൈവം ആത്യന്തികമായിട്ട് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾ ദൈവത്തിൻ്റെ പക്കൽ എത്തിച്ചേരണമെന്നാണ്. അപ്പം എൻ്റെ പ്രവർത്തികൾ എന്നെ സ്വർഗത്തിൽ നിന്നും അകറ്റുന്നതാണെങ്കിൽ അത് ദൈവഹിതം അല്ല. ഇനി രണ്ടാമത്തെ ഒരു കാര്യം ഇതാണ്, നമ്മളിലുണ്ടാകേണ്ട രണ്ട് മനോഭാവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദൈവഹിതം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മളിലുള്ള 2 മനോഭാവം നമ്മളെ സഹായിക്കും. അതൊന്ന്, എൻ്റെ മുമ്പിൽ പല ചോയ്സുകളുണ്ട്, പല തീരുമാനങ്ങൾ, പല ചോയ്സുകളുണ്ട്. അപ്പോൾ ഒരു മനോഭാവം എന്നിൽ ഉണ്ടാകേണ്ടത്, ഇതിലേതാണ്, ഏത് ചെയ്യുമ്പോഴാണ് ദൈവത്തിൻ്റെ നാമത്തിന് കൂടുതൽ മഹത്വം ഉണ്ടാകുന്നത്. രണ്ടാമത്തെ മനോഭാവം നമുക്കുണ്ടാകുന്നൊരു നിശ്ചയദാർഢ്യമാണ്. ഞാൻ ദൈവഹിതം മാത്രമേ ചെയ്യൂ, കാരണം ദൈവത്തിന് എന്നെക്കുറിച്ച് മനോഹരമായൊരു പദ്ധതിയുണ്ട്. അതൊരിക്കലും എൻ്റെ നാശത്തിനുള്ള പദ്ധതിയല്ല, എനിക്ക് നന്മ നൽകുന്ന പദ്ധതിയാണ്. ഈ 2 മനോഭാവങ്ങൾ, ഒന്ന്, ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തികൾ ഏതാണ് കൂടുതൽ ദൈവമഹത്വത്തിന് കാരണമായി തീരുന്നത്. 2, എനിക്കുണ്ടാകേണ്ട ഒരു ഉറച്ച ബോധ്യം, ദൈവത്തിന് എന്നെക്കുറിച്ച് വ്യക്തമായൊരു പദ്ധതിയുണ്ട്, അത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള പദ്ധതിയാണെന്നുള്ള ഉറച്ച ബോധ്യം. ആ ഒരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ ദൈവഹിതം എന്തെന്ന് വിവേചിച്ചറിയാനായിട്ട് നമുക്ക് പറ്റും. ഇനി 3, ഞാൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി, അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്ന ദൗത്യം, ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന ദൗത്യം, എൻ്റെ അടിസ്ഥാന കർത്തവ്യങ്ങൾ, എൻ്റെ ബേസിക് ഡ്യൂട്ടി, അത് നിർവഹിക്കുന്നതിന് തടസ്സമാകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് ദൈവഹിതമല്ല. ഇപ്പം ഞാൻ വിവാഹിതനാണ്, ഞാൻ ഭർത്താവാണ്, അപ്പനാണ്.
എൻ്റെ അടിസ്ഥാനമായ കർത്തവ്യം എന്ന് പറയുന്നത് എൻ്റെ കുടുംബത്തെ പരിപാലിക്കുക എന്ന്, എൻ്റെ ദൈവം എന്നെ ഏൽപ്പിച്ച അടിസ്ഥാന ദൗത്യം എന്ന് പറയുന്നത് എൻ്റെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. അത് നിർവഹിക്കാതെ മറ്റെന്ത് പ്രവൃത്തി ഞാൻ ചെയ്താലും, സുവിശേഷം പ്രസംഗിക്കാൻ പോയാലും എന്ത് പ്രവൃത്തി ചെയ്താലും അതൊരിക്കലും ദൈവഹിതം ആവുകയില്ല. പക്ഷേ അടിസ്ഥാന ദൗത്യം, എൻ്റെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം, അത് ഞാൻ നിർവഹിക്കണം. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എൻ്റെ അടിസ്ഥാനപരമായ കർത്തവ്യങ്ങൾ എൻ്റെ ജീവിതാന്തസ്സിന് ചേരുന്നതാണോ, അത് നിർവഹിക്കാൻ എന്നെ സഹായിക്കുന്നതാണോ, അതോ അതിൽ അസ്വസ്ഥത കൊണ്ടുവരുന്നതാണോ, അങ്ങനെ എനിക്ക് ദൈവഹിതം തിരിച്ചറിയാനായിട്ട് പറ്റും. ഇനി നാലാമത്തെ ഒരു പോയിൻ്റ് ഇതാണ്, ആഗ്രഹം, ഡിസയർ. ദാറ്റ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ഇപ്പോൾ ദൈവവിളി ഇപ്പോൾ വിവാഹമായിക്കൊള്ളട്ടെ, ഒരു വൈദികനാകണം അല്ലെങ്കിൽ സന്യാസിനിയാകണം, അങ്ങനെയൊക്കെ ഒരു ജീവിതാന്തസ്സ് തിരഞ്ഞെടുക്കാനാണെങ്കിലും ദൈവം എൻ്റെ ഉള്ളിലൊരു ആഗ്രഹം ജനിപ്പിക്കും. അതുപോലെ ഏതൊരു പ്രവൃത്തി നമ്മൾ ചെയ്യാൻ പോകുമ്പോഴും അത് ദൈവഹിതമാണെങ്കിൽ അത് ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനം, ഒരാഗ്രഹം ദൈവം എൻ്റെ മനസ്സിൽ തോന്നിപ്പിക്കും. അതും ദൈവഹിതം തിരിച്ചറിയാനായിട്ടുള്ള മറ്റൊരു മാർഗ്ഗമാണ്. ഇനി അഞ്ചാമത്തെ മറ്റൊരു മാർഗ്ഗം ഇതാണ്, ദൈവഹിതം എപ്പോഴും മനസ്സിന് ആനന്ദം നൽകും. അതായത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ നിന്നും എനിക്ക് ദൈവഹിതം തിരിച്ചറിയാനായിട്ട് പറ്റും. അതിനർത്ഥം ദൈവഹിതമായിട്ടുള്ളൊരു കാര്യം ഞാൻ ചെയ്യുമ്പോൾ അവിടെ അസ്വസ്ഥതകളുണ്ടാവും എന്നില്ല, അവിടെ സഹനങ്ങൾ ഉണ്ടാകത്തില്ല എന്നല്ല അതിനർത്ഥം. ദൈവഹിതപ്രകാരമാണ് ഞാനൊരു കാര്യം ചെയ്യുന്നതെങ്കിലും അവിടെ അസ്വസ്ഥതകളുണ്ടാകാം, സഹനങ്ങളുണ്ടാകാം, സ്ട്രഗിൾസ് ഉണ്ടാകാം. പക്ഷെ അപ്പോഴും എൻ്റെ മനസ്സിനൊരു ആനന്ദവും സന്തോഷവും സമാധാനവുമൊക്കെ ആ പ്രതിസന്ധികളിലും എനിക്ക് അനുഭവിക്കാനായിട്ട് പറ്റും. മറിച്ച് ദൈവഹിതമല്ലെങ്കിലോ അവിടെ മാത്സര്യമാകാം, ശത്രുതയാകാം, വഴക്കാകാം. അപ്പം ആ പരിശുദ്ധാത്മ ഫലങ്ങളിൽ നിന്നും എനിക്ക് അത് ദൈവത്തിൻ്റെ ഹിതമാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി ആറാമത്തെ ഒരു പോയിൻ്റ് ഇതാണ്, നമുക്ക് ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ ആഴം ദൈവഹിതം എന്തെന്ന് ഡിസേൺ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞിട്ടുണ്ട്, ലവ് ഗോഡ് ആൻഡ് ദെൻ ഡു വാട്ട് യു വിൽ. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, നമ്മളിൽ ആഴമേറിയ ഒരു ദൈവാനുഭവം ഉണ്ടെങ്കിൽ, ദൈവസ്നേഹാനുഭവം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ദൈവഹിതമായിരിക്കും. ആഴമേറിയ ഒരു ഇൻറ്റിമസി എനിക്ക് ദൈവമായിട്ടുണ്ടെങ്കിൽ ദൈവഹിതമല്ലാതെ ഒന്ന് പ്രവർത്തിക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല. അപ്പം അങ്ങനെ എനിക്ക് ഡിസേൺ ചെയ്യാം, എനിക്ക് ഈശോയോടുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലായിക്കൊണ്ട്. ഏഴാമത്തെ ഒരു പോയിൻ്റാണ്, നമുക്ക് മറ്റുള്ളവരോട് ആലോചന ചോദിക്കാം. കൗൺസിലേഴ്സിൻ്റെ അടുത്തായിരിക്കാം, വൈദികരുടെ അടുത്തായിരിക്കാം, മാതാപിതാക്കളോടായിരിക്കാം, എൻ്റെ ജീവിത പങ്കാളിയോടായിരിക്കാം അഭിപ്രായങ്ങൾ ചോദിക്കുക. അവരിൽ നിന്നും പ്രാർത്ഥനാപൂർവ്വം പ്രാർത്ഥിച്ചു അവരോട് ചോദിക്കുക. അങ്ങനെ അവരിൽ നിന്നും ദൈവഹിതം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി അവസാനത്തെ ഒരു പോയിൻ്റ് ഇതാണ്, ദൈവവചനം, തിരുസഭയുടെ പ്രബോധനം, സ്വന്തം മനസാക്ഷി, നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിലും ഒക്കെ ഇതിലേതെങ്കിലും ഒന്ന് നോ പറയുകയാണെങ്കിൽ അത് ദൈവഹിതമല്ല. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി ദൈവവചനത്തിന് വിരുദ്ധമാണെങ്കിൽ അത് ദൈവഹിതമല്ല. ഞാൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി സഭയുടെ പ്രബോധനത്തിന് വിരുദ്ധമാണെങ്കിൽ ദൈവഹിതമല്ല. ഞാൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയെ എൻ്റെ മനസാക്ഷി കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് ദൈവഹിതമല്ല. എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയുടെ സമയത്ത് എനിക്ക് ആ ഒരു കാര്യം ചെയ്യാൻ പോകുന്ന കാര്യം ചെയ്യേണ്ട എന്നുള്ളൊരു പ്രചോദനമാണ് എൻ്റെ മനസ്സിലുണ്ടാകുന്നതെങ്കിൽ അത് ദൈവഹിതമല്ല. ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവം പങ്കുവയ്ക്കാം. എനിക്കും റോസ്ലിനും, എൻ്റെ ഭാര്യയുടെ പേര് റോസ്ലിൻ, ഞങ്ങൾക്ക് മക്കളുണ്ടാകുന്നത് ഞങ്ങളുടെ 13ാമത്തെ വിവാഹം കഴിഞ്ഞ് 13ാമത്തെ വർഷമാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് പല ഡോക്ടേഴ്സിനെ കണ്ടു, ട്രീറ്റ്മെൻറ്റുകളൊക്കെ നടന്നായിരുന്നു. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും നന്നായി പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോവുകയാണ്. അല്ല, 12ാമത്തെ വർഷം എൻ്റെ വൈഫിൻ്റെ ഒരു ഫ്രണ്ട് വൈഫിനോട് പറഞ്ഞു, ഇനി ഇങ്ങനെ ഒരു ഡോക്ടറുണ്ട്, ആ ഡോക്ടറെ പോയി കാണണം, നല്ല ഡോക്ടറാണ്. പിന്നെ അങ്ങനെ ഞങ്ങൾ ആ ഡോക്ടറെ കാണാനായിട്ട് പോയി. ഈ ഡോക്ടറെ അടുത്ത് പോകുമ്പം ടെസ്റ്റുകളൊക്കെ നടത്തും. ഇപ്പം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥനയുണ്ട്, എൻ്റെ ഈശോയെ എന്തെങ്കിലും കുറവുകൾ ഞങ്ങൾക്കുണ്ടെങ്കിൽ അത് എൻ്റേതാകാവുള്ളൂ, റോസിൻ്റെ ആകരുതേ. കാര്യം സ്ത്രീകൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട്, അല്ലേ. അപ്പം അങ്ങനെ പോയി ടെസ്റ്റുകളൊക്കെ നടത്തി, റിസൾട്ട് വന്നു. അപ്പം എനിക്കാണ് കുഴപ്പം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കൺസീവ് ചെയ്യാൻ അങ്ങനെയുള്ള അതിനുള്ള കൗണ്ട് ഇല്ല, ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, IVF ചെയ്യുക. ഞാൻ ഡോക്ടർ ഞങ്ങൾക്ക് തന്ന സജഷൻ.
അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെ ഏകസ്വരത്തിൽ പറഞ്ഞു, ഞങ്ങൾക്ക് IVF ചെയ്യാൻ ആഗ്രഹമില്ല, കാരണം അത് ഞങ്ങളുടെ സഭയുടെ പ്രബോധനത്തിന് വിരുദ്ധമാണ്. അപ്പോൾ ഡോക്ടർ വീണ്ടും പറഞ്ഞു, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകാനായിട്ടുള്ള ഒരു സാധ്യതയില്ല, അതിനുള്ള ഏക പോംവഴി IVF ആണ്, എന്തുകൊണ്ടത് തിരഞ്ഞെടുത്തുകൂടാ? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ദൈവവചനത്തിനോ സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങൾക്കോ വിരുദ്ധമായി ഒന്നും ചെയ്യാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, ദൈവം മക്കളെ നൽകുകയാണെങ്കിൽ തരട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പോയി. 3 മാസം കഴിഞ്ഞ് വൈഫ് പ്രഗ്നൻ്റായി. നമ്മൾ ചില തീരുമാനങ്ങൾ, ദൈവഹിതം അനുസരിച്ചുള്ള തീരുമാനങ്ങൾ, ഉറച്ച തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ദൈവം നമ്മളെ മാനിക്കും, ദൈവം അനുഗ്രഹിക്കും. കൃത്യം 3 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ വൈഫ് കൺസീവ് ചെയ്തു. എൻ്റെ മൂത്ത മോള് ഉള്ള പേര് മറിയം, വീണ്ടും രണ്ടാമത്തെ ആളും ജോസഫ്, വീണ്ടും മൂന്നാമൻ പോൾ. അങ്ങനെ 3 മക്കളെ നൽകി ദൈവം അനുഗ്രഹിച്ചു. വൈദ്യശാസ്ത്രം പറഞ്ഞത് ഇത് അസാധ്യമാണെന്നാണ്. പക്ഷെ ദൈവഹിതത്തോട് അനുസരണ കാട്ടിയപ്പോൾ ദൈവം അവിടെ നമ്മളെ അനുഗ്രഹിക്കുകയാണ്. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഓരോരുത്തരെയും ഈശോ വിളിച്ചിരിക്കുന്നത് കുറേ കാര്യങ്ങൾ ചെയ്ത് ഇവിടെ നിന്ന് കടന്നു പോകാൻ വേണ്ടിയല്ല, മറിച്ച് എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം എന്താണ് എന്ന് മനസ്സിലാക്കി ആ ദൈവഹിതം നിറവേറ്റാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. എല്ലാ ദിവസവും നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയെ, എന്നെക്കുറിച്ചുള്ള, എൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള നിൻ്റെ ഇഷ്ടം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി തരണമേ. ഈശോയെ, നിൻ്റെ ഇഷ്ടം, നിൻ്റെ ആഗ്രഹം നിറവേറ്റാനായിട്ടുള്ള ആഗ്രഹം എന്നിൽ ജനിപ്പിക്കണമേ. ഈശോയെ, നിൻ്റെ ഇഷ്ടം നിറവേറ്റാനായിട്ടുള്ള കൃപ എനിക്ക് നൽകണമേ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, അങ്ങനെ ദൈവഹിതം മനസ്സിലാക്കി നിത്യജീവൻ പ്രാപിക്കാനായി നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ലാസറേ പുറത്തു വരൂ, ദാനിയേലേ എഴുന്നേൽക്കൂ, ദൈവത്തിൻ്റെ ദൂതു വരും, നിൻ വിടുതലാഗതമാകും. ലാസറേ പുറത്തു വരൂ, ദാനിയേലേ എഴുന്നേൽക്കൂ, ദൈവത്തിൻ്റെ ദൂതു വരും, നിൻ വിടുതലാഗതമാകും. ഭയപ്പെടേണ്ട കുഞ്ഞേ, നീ ദൈവത്തിൻ പ്രിയനല്ലോ, നിന്നെ കരുതും താഴം നിൻ ചാരത്തണയും സമയം, നിന്നെ കരുതും താഴം നിൻ ചാരത്തണയും സമയം. ഏലിയായ്ക്കായി കാക്കവരും, കാടപ്പക്ഷി പറന്നുവരും, പുലരിയിൽ മന്ന പൊഴിഞ്ഞുവരും, വഴിയിൽ ദൂതൻ കൂടെ വരും. ഏലിയായ്ക്കായി കാക്കവരും, കാടപ്പക്ഷി പറന്നുവരും, പുലരിയിൽ മന്ന പൊഴിഞ്ഞുവരും, വഴിയിൽ ദൂതൻ കൂടെ വരും. ഭയപ്പെടേണ്ട കുഞ്ഞേ, നീ ദൈവത്തിൻ പ്രിയനല്ലോ, നിന്നെ കരുതും താഴം നിൻ ചാരത്തണയും സമയം, നിന്നെ കരുതും താഴം നിൻ ചാരത്തണയും സമയം.
പതറാതെ പാതയൊരുക്കും കൃപയുണ്ട്. മരുവിൽ ദാഹജലം പകരും പാറ പിളർക്കും വടിയുണ്ട്. ആഴക്കടലിൽ പതറാതെ പാതയൊരുക്കും കൃപയുണ്ട്. മരുവിൽ ദാഹജലം പകരും പാറ പിളർക്കും വടിയുണ്ട്. ഭയപ്പെടേണ്ട കുഞ്ഞേ നീ ദൈവത്തിൻ പ്രിയനല്ലോ. നിന്നെ കരുതും താതൻ നിൻ ചാരത്തണയും സമയം. നിന്നെ കരുതും താതൻ നിൻ ചാരത്തണയും സമയം. മേഘത്തണലായി കൂടെ വരും, അഗ്നിത്തൂണായി ശോഭിക്കും. യഹോവ നിന്നുടെ അവകാശം, തളരരുതേ നീ ഒരു നാളും. മേഘത്തണലായി കൂടെ വരും, അഗ്നിത്തൂണായി ശോഭിക്കും. യഹോവ നിന്നുടെ അവകാശം, തളരരുതേ നീ ഒരു നാടും. ഭയപ്പെടേണ്ട കുഞ്ഞേ നീ ദൈവത്തിൻ പ്രിയനല്ലോ. നിന്നെ കരുതും താതൻ നിൻ ചാരത്തണയും സമയം. നിന്നെ കരുതും താതൻ നിൻ ചാരത്തണയും സമയം. ലാസറേ പുറത്തു വരൂ, ദാനിയേലേ എഴുന്നേൽക്കൂ. ദൈവത്തിൻ്റെ ദൂതുവരും, നിൻ വിടുതൽ ആഗതമാകും. ലാസറേ പുറത്തു വരൂ, ദാനിയേലേ എഴുന്നേൽക്കൂ. ദൈവത്തിൻ്റെ ദൂതുവരും, നിൻ വിടുതൽ ആഗതമാകും. ഭയപ്പെടേണ്ട കുഞ്ഞേ നീ ദൈവത്തിൻ പ്രിയനല്ലോ. നിന്നെ കരുതും താതൻ നിൻ ചാരത്തണയും സമയം. നിന്നെ കരുതും താതൻ നിൻ ചാരത്തണയും സമയം. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappadu.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. മേഘത്തണലായി അഗ്നിനാളമായി പാത തെളിക്കും സ്നേഹത്തിൻ പുതുയാത്ര.